പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം. ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിൽ രൂക്ഷമായ വെടിവെപ്പും ആക്രമണങ്ങളും തുടരുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ പക്തിയ പ്രവിശ്യയിലുള്ള ദന്ത് പത്താൻ ജില്ലയിലാണ് താലിബാൻ സേനയും പാകിസ്ഥാൻ അതിർത്തി സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിൽ ആരംഭിച്ച വെടിവെപ്പ് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. പാകിസ്ഥാൻ സൈന്യം യാതൊരു പ്രകോപനവുമില്ലാതെ ആദ്യം വെടിയുതിർത്തെന്നും ഇതിന് തങ്ങൾ ശക്തമായി തിരിച്ചടിച്ചെന്നുമാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ചയും നങ്കർഹാർ പ്രവിശ്യയിൽ ഇരു സേനകളും തമ്മിൽ വെടിവെപ്പുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ അതിർത്തി പ്രദേശങ്ങൾ കടുത്ത സംഘർഷഭരിതമാണ്. അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറി പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഇപ്പോഴത്തെ ഈ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ സായുധ സംഘടനയായ തെഹ്രീക്ക് താലിബാൻ അഥവാ പാകിസ്ഥാന്റെ താലിബാൻ അവരുടെ ഒളിത്താവളങ്ങൾ തകർത്തു എന്നാണ് പാക് സൈന്യത്തിന്റെ അവകാശവാദം, അവരുടെ അഫ്ഗാനിലെ ഒളിത്താവളങ്ങൾ. എന്നാൽ തങ്ങളുടെ സാധാരണക്കാരായ പൗരന്മാർക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെയാണ് പാകിസ്ഥാൻ ബോംബിട്ടതെന്നാണ് താലിബാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലും സമാനമായ രീതിയിൽ പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. അന്നും ഇതാണ് TTP തെഹ്രീക്ക് താലിബാനെ ലക്ഷ്യമാക്കായിരുന്നു ആക്രമണം നടത്തിയിരുന്നു. അന്ന് പാകിസ്ഥാൻ ഈ വ്യോമാക്രമണത്തിന്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുത്തിരുന്നില്ല. ഈ ആക്രമണത്തെ തുടർന്ന് അഫ്ഗാൻ സേന ശക്തമായി തിരിച്ചടിച്ചതോടെ അന്നും അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായി. പിന്നീട് ചില അറബ് രാജ്യങ്ങൾ ഇടപെട്ട് മധ്യസ്ഥത വഹിച്ചതിന് ശേഷമാണ് അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ആ സമാധാനമാണ് ഇപ്പോൾ വീണ്ടും തകർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സായുധ പോരാട്ടം മേഖലയിലെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് മാറുകയാണ്. ഏത് നിമിഷവും കാര്യങ്ങൾ കൈവിട്ടു പോകാവുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് അതിർത്തിയിൽ നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളം.